ക്വാളിറ്റി, ടേസ്റ്റ്, പിന്നെ എല്ലാവരുമായിട്ടുള്ള ഒരു റിലേഷൻ, അത് വലിയൊരു കാര്യമാണ്. തൊടുപുഴയിൽ വന്നാൽ ഷീബ മാഡത്തിനെ അറിയാത്തവരാരും ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു എല്ലാവർക്കും വ്യക്തിത്വമാണ്. അറിയാം. ഇപ്പോൾ 4th ജനറേഷനിൽ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്, നമ്മുടെ കസ്റ്റമേഴ്സ്. 50 വർഷമായല്ലോ അല്ലെ? എന്താണ് നിങ്ങളുടെ ഇന്ത്യൻ ബേക്കറിയുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകൾ? ക്വാളിറ്റി, ടേസ്റ്റ്, പിന്നെ എല്ലാവരുമായിട്ടുള്ള ഒരു റിലേഷൻ, അത് വലിയൊരു കാര്യമാണ്. താങ്കൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ് അല്ലേ? അതെ. കാരണം ഞാൻ എൻ്റെ ഈഗിളിൻ്റെ വേദിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ എനിക്കറിയാം താങ്കൾ വെളുപ്പിനെ എഴുന്നേറ്റ് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓടി ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, എന്താണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത്? എന്താ ഈ പഠിക്കാനുള്ളൊരാഗ്രഹം? പഠിക്കാൻ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നിന്നില്ലെങ്കിൽ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകുന്ന അറിയാം. പിന്നെ ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ, അതിനെല്ലാം സർവൈവ് ചെയ്യണമെങ്കിൽ പഠനം, ഒരു തുടർ പഠനം ആവശ്യമാണ്. താങ്കളൊരു കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്നതിനോടൊപ്പം ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഇത് ബിൽഡ് ചെയ്തത്. പൊതുവേ ഞാൻ കണ്ടിട്ടുണ്ട്, ആ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഒരു വിശ്രമകാലം എന്നൊക്കെ പറയും. പെൺമക്കളാണ് നമ്മൾ പറയും നമ്മുടെ നാട്ടിൽ വേറൊരു ഫാമിലിയിലേക്ക് കൊടുക്കേണ്ടതാണ്. ആ മക്കൾ 2 പേരും കൂടെയുണ്ട്. അതൊരു സ്ട്രെങ്ത് ആയോ? അത് വലിയൊരു സ്ട്രെങ്ത്താണ്. ഇനി അവർ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അവർ എന്നെക്കാളും ഒരു 50 മടങ്ങ് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ എന്ന് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്.